പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് പാതിരാക്കി നമുക്കറിയാം ക്രിസ്മസ് കുർബാനയും ക്രിസ്മസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ആ വലിയൊരു അനുസ്മരണം ലോകം മുഴുവനും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ദിവസമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിലേക്ക് ദൈവം കടന്നു വന്ന് വസിക്കുന്നതിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുക. ദൈവം അത്ര അടുത്ത് നമ്മുടെ അരികിൽ, നമ്മുടെ ഇടയിൽ വസിക്കുന്ന സമയമാണ്. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലും അല്ലെങ്കിൽ പല മനുഷ്യരുടെയും വേദന, കൂടെ ആരുമില്ല, കൂടെ നിൽക്കാൻ ആളില്ല, കൂടെ മിണ്ടാൻ ആളില്ല എന്നുള്ള വേദനയുള്ളവർ അനേകരുണ്ട്. പലപ്പോഴും പല വ്യക്തികളെയും കുടുംബങ്ങളിലും ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ പ്രായമായവരൊക്കെ അവർ മാത്രമാണ് വീടുകളിലുള്ളത്. ഒരു ദിവസം ഞാൻ പ്രായമായിട്ടുള്ളൊരു അമ്മച്ചി മാത്രമുള്ളൊരു വീട്ടിൽ ചെന്നപ്പോൾ, ഞാനിവിടെയല്ല, ഞാൻ അങ്കമാലിയിലാണ്, അങ്കമാലിയിലുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആ അമ്മച്ചിയോട് ചോദിച്ചു, എന്തു പറയണു, സുഖമായിട്ടിരിക്കുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സമ്പത്തൊക്കെ ഉള്ളൊരു വീടാണ്, നല്ല വലിയ വീടൊക്കെയാണ്. പക്ഷേ ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെയാണ്, അച്ഛാ എന്ത് സന്തോഷം, ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ദൈവം തന്ന ഈ ജീവിതം എങ്ങനെയെങ്കിലും മരണം വരെ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, സമ്പത്തുണ്ട്, മക്കളുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, പക്ഷേ കൂടെ ആരുമില്ലാത്തതിൻ്റെ സങ്കടം, അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ ആളില്ലാത്തതിൻ്റെ, കൂടെ മിണ്ടാൻ ആളില്ലാത്തതിൻ്റെ സങ്കടം അനേകരിലുണ്ട്. ഇനി വീട്ടിൽ ആളുകളുണ്ടെങ്കിൽ പോലും അങ്ങനെ പണ്ടത്തേതുപോലെ സംസാരിക്കാനും മിണ്ടാനും കൂടെ നിൽക്കാനും ആളുകളില്ലാത്തതിൻ്റെ സങ്കടം നമ്മളിൽ പലർക്കുമുണ്ട്. അവിടെ ദൈവം നമുക്ക് തരുന്ന, ക്രിസ്മസിൽ തരുന്ന വലിയൊരു വാഗ്ദാനമാണ്, ആരും കൂടെ ഇല്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഈ കഴിഞ്ഞ ഞായറാഴ്ചയിലെ സൺഡേ സപ്ലിമെൻ്റ്, മനോരമ പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ ഇങ്ങനെ ക്രിസ്മസ് ചിന്തകൾ ഇങ്ങനെ പലതും കൊടുത്തല്ലേ, ഒരു ചിന്ത ഞാൻ വായിച്ചപ്പോൾ അതിലൊരു പെൺകുട്ടിയുടെ ജീവിതാനുഭവം കൊടുത്തിട്ടുണ്ട്. 30 വയസ്സായ ഒരു പെൺകുട്ടിയാണ്, അവളുടെ പേര് നിൻസി മറിയം മോണ്ട്ലി എന്നാണ്. അപ്പോൾ ആ പെൺകുട്ടി വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ജീവിതം മുഴുവനും അവൾ വീൽ ചെയറിലാണ്. അവൾക്ക് നടുവിന് പരിക്ക് പറ്റി, അങ്ങനെ വീൽ ചെയറിലാണ്. ആ വീൽ ചെയറിൽ 30-ാമത്തെ വയസ്സിലിരിക്കുമ്പോഴും ആൾ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ക്ലാസ്സുകളിൽ, സ്കൂളുകളിലൊക്കെ പോയി മോട്ടിവേഷൻ കൊടുക്കുന്ന, ക്ലാസ് എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നമ്മൾ ആ പെൺകുട്ടിയുടെ ഹിസ്റ്ററി, എങ്ങനെയാണ് ആ പെൺകുട്ടി വീൽ ചെയറിലായത്, എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന വിധത്തിലായത് എന്നത് അവരുടെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രചോദനം നൽകുന്നൊരു കഥയാണ്. അപ്പോൾ സംഭവമാണ്. അവരുടെ വീട് തിരുവനന്തപുരത്താണ്. നമ്മൾ ആ പെൺകുട്ടിക്ക് ഇത്രയും ശക്തിയും ധൈര്യവും ഒക്കെ കിട്ടിയതിൻ്റെ ഒരേ ഒരു മാതാപിതാക്കളുടെ ഒരു പ്രോത്സാഹനമാണ്. അവളുടെ പപ്പയെക്കുറിച്ച് അവൾ പറയുന്നതാണ്, മോളെ നീ വീണാലും കുഴപ്പമില്ല,
പിടിക്കാൻ ഞങ്ങളുണ്ട് എന്ന പപ്പയുടെ വാക്കാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് ആ പെൺകുട്ടി അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീ വീണാലും കുഴപ്പമില്ല, പിടിക്കാൻ ഞങ്ങളുണ്ട് എന്ന പപ്പയുടെ വാക്കാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്ന് അവൾ എഴുതി. അവൾ 19-ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് പ്രത്യേകമായിട്ട് എന്തോ പഠനത്തെ സംബന്ധിച്ചുള്ള ഒരു മാനസിക സമ്മർദ്ദം വന്നപ്പോൾ അവൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ 4-ാം നിലയിലെ മുകളിലേക്ക് ഓടി. അവിടെ ചെന്ന് ഒന്നും ആലോചിക്കാതെ അവിടെ നിന്ന് എടുത്ത് താഴേക്ക് ചാടി. യാതൊരു ആരോഗ്യ പ്രശ്നമില്ലായിരുന്ന പെൺകുട്ടിയാണ്. 19-ാമത്തെ വയസ്സിൽ 2014 ജനുവരി 23-ന് അവൾ പഠന വിഷയത്തിൽ ഒരു മാനസിക സമ്മർദ്ദം വന്നപ്പോൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ ബാംഗ്ലൂരിൽ അവൾ 4-ാം നിലയിലേക്ക് ഓടിപ്പോയി. ഒന്നും ആലോചിക്കാതെ ആ ഹോസ്റ്റലിൻ്റെ 4-ാം നിലയിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടി. അങ്ങനെ അവൾ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ അവൾക്ക് സാവധാനം മനസ്സിലായി, സ്പൈനൽ കോഡിന് പരിക്കുപറ്റി, ഇനി ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുകയില്ല. വലതുഭാഗത്തെ കിഡ്നി നഷ്ടപ്പെട്ടു പോയി, കൈകാലുകളൊക്കെ ഒടിഞ്ഞു, മണം തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചു. അവൾക്കടുത്ത നിരാശയിലേക്ക് പോകുമ്പോൾ അവളുടെ പപ്പ, അദ്ദേഹത്തിൻ്റെ പേര് മോൺലി മാത്യു ഉമ്മൻ എന്നാണ്, അമ്മയുടെ പേര് ലെന മോൺലി എന്നാണ്. അവർ അവിടെ ഓടിയെത്തി. 3 മാസത്തോളം അവളുടെ കൂടെ ഇരുന്ന് ചികിത്സകൾ കഴിഞ്ഞ് അവൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം പതുക്കെ ആ പെൺകുട്ടിക്ക് വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് അവൾ വന്നു. അതിനുശേഷം അവളുടെ പപ്പായും അമ്മയും അവളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവളുടെ നിരാശയൊക്കെ പോയത് പപ്പയുടെ വാക്കുകളാണ്. പപ്പ അവളോട് എപ്പോഴും പറയും, നീ വീണാലും സാരമില്ല, പിടിക്കാൻ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ ഇഗ്നോയിൽ അവൾ BSc സൈക്കോളജി പഠിച്ചു. അതിനുശേഷം PG എടുത്തു. പിന്നീട് അവൾ വരയ്ക്കാൻ തുടങ്ങി. കൈക്ക് യാതൊരു പ്രശ്നമില്ല, നല്ല രീതിയിൽ വരയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ പെൺകുട്ടി സൈക്കോളജിയൊക്കെ പഠിച്ച് നല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളായി മാറി. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മോട്ടിവേഷൻ കൊടുക്കുന്ന, പല സ്കൂളുകളിലും പല കുട്ടികൾക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ആളായിട്ട് ഈ നിൻസി, ഈ മറിയം മോൺലി എന്ന 30 വയസ്സുകാരി മാറുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതാനുഭവങ്ങൾ അവിടെ ആ മനോരമ പത്രത്തിലെ സൺഡേ സപ്ലിമെന്റിൽ കൂടുതലായിട്ട് വിശദീകരിച്ചിട്ട് അവൾ തന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ പപ്പയുടെ ഒരു വാക്കാണ്, വീണാലും സാരമില്ല, പിടിക്കാൻ ഞങ്ങളുണ്ട് കൂടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് ഈ വലിയൊരു സത്യമാണ്: നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ നിൻ്റെ കൂടെ നിൽക്കാതിരുന്നാലും, ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും, ആരും നിന്നോട് മിണ്ടാനില്ലെങ്കിലും, നിന്നോട് മിണ്ടാനും നിൻ്റെ കൂടെ നിൽക്കാനും നിന്നെ സഹായിക്കാനും, നീ വീഴുമ്പോൾ നിന്നെ പിടിക്കാനും നിനക്കൊരു ദൈവമുണ്ടെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ നിൻസി മറിയം ആ പെൺകുട്ടിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു മാനസിക സംഘർഷം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് നമ്മൾ ആ കുട്ടിയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. 19 വയസ്സുള്ളപ്പോൾ നല്ല ആരോഗ്യമുള്ള, നല്ല സൗന്ദര്യമുള്ള ഈ പെൺകുട്ടിക്ക് ആ സമയത്ത് സംബന്ധിച്ച ഏതാനും മിനിറ്റുകളുടെ നേരത്തെ മാനസിക സമ്മർദ്ദം അവൾക്ക് താങ്ങാനാകാതെ പോയപ്പോഴാണ് അവൾ ഹോസ്റ്റലിൻ്റെ 4-ാം നിലയിലേക്ക് ഓടിക്കയറി ഒന്നും ആലോചിക്കാതെ അവിടെ നിന്ന് എടുത്ത് ചാടിയത്. നമ്മുടെ ജീവിതത്തിലും നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെയുള്ള ചിന്തകൾ നമ്മളെ അലട്ടാം. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം ഇതാണ്: ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമുക്ക് നിരാശയുണ്ടാകുമ്പോൾ അത് നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷനല്ല, അതൊരു ടെംപ്റ്റേഷനാണ് നമ്മൾ തിരിച്ചറിയണം. നിരാശ ഒരു പ്രതിവിധിയല്ല,
അതൊരു പ്രലോഭനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്ന നിമിഷങ്ങളുണ്ട്, ഒറ്റപ്പെടുന്ന സമയങ്ങളുണ്ട്, കൂടെ ആരും നിൽക്കാനില്ല എന്ന് തോന്നുന്ന സമയങ്ങളുണ്ട്, എന്തിന് ജീവിക്കുന്നു എന്ന് തോന്നുന്ന സമയങ്ങൾ പോലും കടന്നു വരാം. പക്ഷേ അത് ഏതാനും മണിക്കൂറുകളോ ഏതാനും ദിവസങ്ങളോ മാത്രമായിരിക്കും. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞ മനസ്സ് നമുക്കുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴുണ്ടായ മാനസിക സംഘർഷം 4-ാം നിലയുടെ മുകളിൽ നിന്ന് എടുത്തു ചാടാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചെങ്കിൽ പിന്നീട് ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ ഇരുന്ന് സുഗന്ധവും മണമോ ഒന്നും ആസ്വദിക്കാൻ സാധിക്കാതെ, കാലുകൾ ചലിപ്പിക്കാനാകാതെ, ശരീരം ഒരു കിഡ്നി നഷ്ടപ്പെട്ട് വീൽ ചെയറിലിരിക്കുന്ന ആ മകൾക്ക് പിന്നീട് മരിക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിപ്പിക്കേണ്ട വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം, നമ്മൾ സങ്കടത്തിലൂടെ വേദനയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്: നമുക്കുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുക, നമുക്കുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നിരാശയിലേക്ക് പോകാതെ നമുക്കുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. എത്രയോ പേര് നമുക്കറിയാം, ഈ ലോകത്തിൽ ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ രോഗികളായിരിക്കുമ്പോൾ കൂടെ ആരുമില്ലാതെ ഒക്കെ ഒത്തിരിയേറെ ആളുകൾ ദുഃഖിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് തന്നെ എത്രയോ പേരാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നത്. ഞാൻ തന്നെ ഓർക്കുന്നു, എൻ്റെ അടുത്ത് തന്നെ പലരും മൊബൈൽ ഫോണിൽ വാട്സാപ്പിലൂടെ പലരും എന്നോട് സഹായം ചോദിച്ചിട്ടുണ്ട്. അച്ഛാ, വീട്ടിൽ സാധനങ്ങളൊന്നും വാങ്ങാൻ പൈസയില്ല, കുറച്ച് പൈസ തരാമോ എന്ന് എത്രയോ പേരാണ് ചോദിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച് ഈ വർഷമാണ്. പ്രൈസ് ലോർഡ്. ഒരുപക്ഷെ 2024 മനുഷ്യർ കുറേ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. യുദ്ധങ്ങളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും മറ്റ് പ്രശ്നങ്ങളുടെയും ജോലി ഇല്ലാത്തതിൻ്റെയൊക്കെ അവസ്ഥ പല കുടുംബങ്ങളിലുമുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ ക്രിസ്മസ് കാലത്ത് ആരുമില്ല, മിണ്ടാൻ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല, കൂടെ ആരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പലർക്കും അവരുടെ ഭവനത്തിൽ ഇഷ്ടം പോലെ പണമുണ്ടാകാം. അവർക്ക് കുറച്ചു പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു 10-100 ക്രിസ്മസ് കേക്ക് വാങ്ങി അത് വാങ്ങാൻ കഴിവില്ലാത്തവരുടെ വീട്ടിൽ പോയി അവരെ വിഷ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിവെച്ച് ഇല്ലാത്തവർക്ക് കൊടുത്താൽ എത്രയോ പേര് നമ്മുടെ ഭവനങ്ങളിൽ വരും. എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ പേരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം, ഒരിക്കൽ ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകളിൽ അവകാശികളില്ലാത്ത ആയിരക്കണക്കിന് കോടി രൂപ കിടപ്പുണ്ട്. മരിച്ചുപോയവരുടെയാണ്. അവർ അതിന് നോമിനി വച്ചിട്ടില്ല, ആർക്ക് കൊടുക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ വച്ചിട്ടില്ല. ആയിരക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ബാങ്കിൽ കിടക്കുന്നുണ്ട്, അവകാശികളില്ലാത്ത പൈസ. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുണ്ട്. അവകാശികളില്ലാത്ത പൈസ ലോകം മുഴുവൻ എടുത്ത ലക്ഷക്കണക്കിന് കോടി വരും. ഒരുപക്ഷെ ഈ പ്രായമായ സമയത്തൊക്കെ ഈ സമ്പത്തുള്ളവർ ആ പണമൊക്കെ വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ എത്രയോ ദരിദ്രർക്കും, എത്രയോ പാവപ്പെട്ടവർക്കും, എത്രയോ വിവാഹം നടക്കാത്ത പെൺകുട്ടികൾക്കും, എത്രയോ ഭവനങ്ങളില്ലാത്തവർക്കും ഭവനമുണ്ടാകുമായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഈ അവകാശികളില്ലാത്ത പണം മുഴുവൻ അവസാനം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അത് പിന്നെ റിസർവ് ബാങ്കാണ് അത് കൈകാര്യം ചെയ്യുക. അത് ഒരു ബാങ്കിനും അത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്തുമാത്രം പണമാണ് ആ രീതിയിൽ പോകുന്നത്. അതോടൊപ്പം മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഒരു മനുഷ്യനും കരുതി വയ്ക്കുന്നതിൻ്റെ 40% പോലും പണം ഉപയോഗിച്ചിട്ടല്ല മരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി കരുതി വയ്ക്കുന്നതിൻ്റെ, മാറ്റി വയ്ക്കുന്നതിൻ്റെ 40% പോലും പണം ഉപയോഗിക്കാതെയാണ് പലരും മരിച്ചു പോകുന്നത്. ഇപ്പോൾ സ്നേഹമുള്ളവർ, ഈ ക്രിസ്മസ് കാലത്ത് ഉള്ളവർക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചാൽ
കുറച്ചു പേരുടെയെങ്കിലും ദുഃഖങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിൽ നല്ലൊരു പതിവുണ്ട്. ഞാൻ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ ഞാൻ അതേക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള നല്ലൊരു പതിവാണ്. അവിടെ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവർ കുറച്ച് പണം കൂടുതൽ അവിടെ കൊടുത്തിട്ട് പറയും അത് ചുമരിൽ വയ്ക്കാനുള്ള പണമാണെന്ന് പറയും. എന്തിനാണ് ചുമരിൽ വയ്ക്കാനുള്ള പണമാണെന്ന് പറയുന്നത്? അപ്പോൾ ഒരു 10 പേരുടെ ഭക്ഷണം കഴിക്കാനുള്ള പണം അവർ എക്സ്ട്രാ അവിടെ കൊടുത്തിട്ട് പോകും. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ചുമരിൽ ഇങ്ങനെ അവർ 10 ടോക്കൺ വെച്ചിട്ടുണ്ടാകും. ഫ്രീ ആയിട്ട് 10 പേർക്ക് അവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അന്ന് ഭക്ഷണം കഴിക്കാനില്ലാത്തവർ ആരുടെ അടുത്ത് പോയിട്ട് കൈ നീട്ടണ്ട, ആ ഹോട്ടലിൻ്റെ ചുമരിൽ വന്ന ആ ടോക്കൺ എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി, അവർക്കൊന്ന് ഭക്ഷണം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ക്രിസ്മസിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം തനിക്ക് നൽകാൻ സാധിക്കുന്നതിൻ്റെ മാക്സിമം നൽകിയ ദിവസമാണ് ക്രിസ്മസ്. ദൈവം തനിക്ക് കൊടുക്കാൻ സാധിക്കുന്നതിൻ്റെ അങ്ങേയറ്റം നൽകിയ ദിവസമാണ് ക്രിസ്മസ്. ഇതിൽ കൂടുതൽ ഇനി ദൈവത്തിനൊന്നും നൽകാനില്ല. ആ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്മസിന്റെ ചൈതന്യം നമ്മൾ വന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും തകർച്ചകളിലും ഒറ്റപ്പെടലുകളിലും നിരാശപ്പെടാതിരിക്കാം. സ്നേഹമുള്ളവരെ, ആ നിൻസി എന്ന പെൺകുട്ടിക്ക് 19ാമത്തെ വയസ്സിൽ സംഭവിച്ച അബദ്ധം, അതുപോലെ ഈ ലോകത്തിൽ എത്രയോ പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒരു നിമിഷ നേരത്തെ മാനസിക സംഘർഷം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ, ഒരു നിമിഷ നേരത്തെ മാനസിക സംഘർഷങ്ങൾ കൊണ്ട് കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നവർ, ഒരു നിമിഷത്തെ മാനസിക സംഘർഷം കൊണ്ട് പുഴയിലേക്ക് എടുത്ത് ചാടുന്നവർ, ഒരു നിമിഷത്തെ മാനസിക സംഘർഷങ്ങൾ കൊണ്ട് വിഷം കഴിച്ച് മരിക്കുന്നവർ, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവർ ഈ ലോകത്തിൽ നിരവധിയാണ്. ക്രിസ്മസ് ദിവസം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ആരും കൂടെയില്ല എന്ന് ഏത് പ്രതിസന്ധിയിലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ദൈവം ഈ ക്രിസ്മസ് ദിവസം നമുക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്, ആരുമില്ലാത്തവർക്ക്, ഈ ലോകത്തിൽ ആരുമില്ല എന്ന് തോന്നലുള്ളവർക്ക്, ആരും മിണ്ടാനില്ല എന്ന് തോന്നലുള്ളവർക്ക്, അവർക്ക് ആരെങ്കിലുമൊക്കെ ആയിത്തീരാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ചൈതന്യം നിറയുന്നതിൻ്റെ അടയാളമാണ്. അതിന് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടച്ച് അല്പസമയം പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങളൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഒരു ഗാനം പാടുവാനായിട്ട് നമുക്കൊരുങ്ങാം. സ്നേഹമുള്ളവരെ, കർത്താവ് ക്രിസ്മസ് ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ആരും മിണ്ടാനില്ല, ആരും കൂടെയില്ല എന്ന് നമ്മൾ സങ്കടപ്പെടരുത്. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിത പങ്കാളിയോ മക്കളോ ഒന്നും നമ്മുടെ കൂടെ നിൽക്കണമെന്നും നമ്മളോട് മിണ്ടിക്കൊണ്ടിരിക്കണമെന്നുമില്ല. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നമ്മളോട് മിണ്ടിക്കൊണ്ടിരിക്കണമെന്നോ കൂടെ നിൽക്കണമെന്നില്ല. പക്ഷേ വാക്കുമാറാത്ത ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അത് നമ്മുടെ ദൈവമാണ്. കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. ആര് കൂടെ നിന്നില്ലെങ്കിലും, ആര് നമ്മളോട് മിണ്ടാൻ മടിച്ചാലും ദൈവം നിന്നോട് മിണ്ടാൻ തയ്യാറാണ്. ദൈവം നിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ദൈവം നമ്മുടെ ഇടയിൽ വസിക്കാൻ വേണ്ടിയാണ് ക്രിസ്മസ് ദിവസം ഉണ്ടാകുന്നത്. ദൈവം നമ്മോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്മസ് ദിവസം ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. ജീവിതത്തിലെ നിരാശയും സങ്കടങ്ങളും വേദനയും രോഗവും തകർച്ചയും ഒറ്റപ്പെടലുകളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴും ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. കാരണം ദൈവം കൂടെയുണ്ട്. ദൈവം നമ്മളെ സഹായിക്കും. ഏതാനും നിമിഷത്തെ ആ മാനസിക സമ്മർദ്ദങ്ങൾ നമ്മൾ അതിജീവിച്ചാൽ ദൈവകൃപയിൽ നമുക്ക് വളരാൻ സാധിക്കും. ദൈവം ആ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ ലോകത്തിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സമൃദ്ധമായിട്ട് ഉള്ള മക്കളെ ഓർത്തും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പങ്കുവയ്ക്കാനുള്ള മനസ്സ് ദൈവമേ അവർക്ക് കൊടുക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് കാലത്ത് ദൈവം നൽകുന്നത് പോലെ നൽകാനുള്ളൊരു മനസ്സ് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയും വചനത്തിന്റെ ശക്തിയും ക്രിസ്തുമസിന്റെ ചൈതന്യവും ക്രിസ്തുമസിന്റെ ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, നിരാശ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല എന്നും നിരാശ ഒരു പ്രലോഭനമാണെന്നും തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, ദൈവകൃപയിൽ നിരാശയെ അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്മസിന്റെ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇരുളിനെ കീഴ്പ്പെടുത്തുന്ന വെളിച്ചം ക്രിസ്മസിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇരുട്ടിന് കീഴടക്കുവാൻ കഴിയാത്ത വെളിച്ചമായ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെയും ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, രോഗങ്ങളിൽ സൗഖ്യമായും തകർച്ചകളിൽ വെളിച്ചമായും കടന്നു വരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, 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 മഹത്വം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കും. കരങ്ങളടിച്ച്, ശക്തമായി കരമടിച്ച്. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോരേ, എൻ ഹൃദയത്തെ കവർന്നോരേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാത്ത മാറാനാത്ത. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാത്ത മാറാനാത്ത. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആയിരം വാക്കുകൾ മിന്നിയ പോരെ കാന്തനാമെന്നേശുവേ.
ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരയേ കാന്തനാമെന്നേശുവേ. ദിനംതോറും വേണമേ വരവോളം വേണമേ മാറാനാത്ത മാറാനാത്ത. ദിനംതോറും വേണമേ വരവോളം വേണമേ മാറാനാത്ത മാറാനാത്ത. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തെ കടയോനേ, ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, അതരം തുറന്ന് ശബ്ദമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഈശോ ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സുഖപ്പെടുത്തണം ഈശോയെ, അനുഗ്രഹിക്കണം ഈശോയെ, അനുഗ്രഹിക്കണം സമൂഹത്തിലൂടെ ഇറങ്ങി നടക്കണമേ, ഓരോരുത്തരെയും സ്പർശിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നൽകണമേ, രോഗികൾക്ക് സൗഖ്യം നൽകണമേ. നിരാശയെടുത്ത് മാറ്റണമേ. ആത്മഹത്യ പ്രവണതകൾ മോചനം നൽകണമേ. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യേശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദിവ്യകാരുണ്യേശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ സങ്കടങ്ങളിലും വേദനകളിലും നിരാശ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ദൈവം കൂടെയുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്തോ കാര്യത്തിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ്, ചെയ്യാത്ത തെറ്റിനാണ് അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി ഇവിടെ ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വ്യക്തി അവിടെ നിന്ന് മോചിതനാകാനുള്ള വഴികൾ കർത്താവ് ഒരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യൂറിനറി ഇൻഫെക്ഷൻ, കിഡ്നി സ്റ്റോൺ, ഇങ്ങനെ ഉള്ള അസ്വസ്ഥതകളും രോഗങ്ങളും വേദനയൊക്കെയുള്ള 11ഓളം പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മഞ്ഞപ്പിത്തം വന്നു പോയെങ്കിലും പൂർണ്ണമായിട്ടും ബിലിറൂബിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നില്ല. അതിൻ്റെ അസ്വസ്ഥതകളുണ്ട്.
അങ്ങനെ മഞ്ഞപ്പിത്തം മാറി എങ്കിലും അതിൻ്റെ പല അസ്വസ്ഥതകളും ലിവറിനെ ബാധിച്ചിട്ടുള്ളതിൻ്റെ ക്ഷീണവും അസ്വസ്ഥതകളുമൊക്കെയുള്ള 2 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല വിവാഹാലോചനകൾ വന്നിട്ടും വിവാഹം നടക്കാത്ത 6ഓളം മക്കളുടെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന 16 പേരുടെ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പല കാര്യങ്ങൾ ആലോചിച്ച് അസ്വസ്ഥപ്പെടുന്നു, ഒരു സമാധാനവും സ്വസ്ഥതയുമില്ല, അതുകൊണ്ട് രാത്രിയിൽ ഉറക്കവുമില്ല. ഇങ്ങനെയുള്ള രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുന്നതല്ലാതെ ഉറക്കം കിട്ടുന്നില്ല, അസ്വസ്ഥമായ ചിന്തകളാണുള്ളത്. ഇങ്ങനെയുള്ള 31 പേർക്ക് ഈശോ ശാന്തത നൽകുന്നു, അവരുടെ സാഹചര്യങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അയൽപ്പക്കക്കാരുമായിട്ട് പലവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് രമ്യതയിലെത്തിയിട്ടില്ല. ഈ കാര്യങ്ങൾ, പ്രതിസന്ധികൾ രമ്യതയിലെത്തുവാൻ 7 കുടുംബങ്ങളെ ഈശോ സഹായിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ജീവിത പങ്കാളിയുമായിട്ട് പലവിധത്തിലുള്ള പ്രശ്നങ്ങളാണ്, കുടുംബ കലഹങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെ മാറി താമസിക്കുന്നു. ഡിവോഴ്സ് ചെയ്താലോ ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെ മാറി നിന്നാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന 11 പേരുടെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നു, ഒരു വഴി തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് സമയം കൂടുതലായിട്ട് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ പുറം വേദന ശക്തമായിട്ട് വരുന്ന 6 പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ പഠനം എവിടെ എത്തുമെന്ന് ഓർത്ത് ആകെ ആകുലതയും ടെൻഷനും, അവർ കൂടുതൽ സമയം മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരെങ്ങനെ പോയാൽ എവിടെ എത്തും, എങ്ങനെ ജയിക്കും എന്നൊക്കെ ആകുലപ്പെട്ട് ജീവിക്കുന്ന 32 മാതാപിതാക്കൾ, അവരുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നുണ്ട്. കർത്താവ് അവരുടെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്ന് വിടുതൽ നൽകി 3 പേരെ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളുടെ കാഴ്ച കുറയുക, മങ്ങൽ കണ്ണിനുണ്ടാവുക, കണ്ണിൻ്റെ നിറം ചുവക്കുക, അലർജി രോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെയുള്ള 5 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്, സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിൽ കള്ളനെ കണ്ട് ഭയന്ന ഒരു സഹോദരിയുടെ ഭയം മാറുന്നില്ല. ആ സഹോദരിയുടെ ഭയം ഈശോ എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികൾ മൂലം, പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന 7 പേരുടെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നു, അവരെ അനുഗ്രഹിക്കുന്നു, വഴികൾ തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഒരു സാക്ഷ്യം, അല്പം വലിയൊരു സാക്ഷ്യമാണ്. അനിൽ ആൻഡ് ജിൻസി, മാറോക്കി, തൃശ്ശൂർ ജില്ല. ദൈവത്തിന് സ്തുതി.
എൻ്റെ മകൾ ജസീന്ത 5.5 വയസ്സ് നവംബർ 27-ന് ന്യൂമോണിയ ആയി തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ വെച്ചും ന്യൂമോണിയ കൂടുതൽ സ്പ്രെഡായി വന്നതുകൊണ്ടും കുഞ്ഞിൻ്റെ സ്ഥിതി വളരെ മോശമായി വരുന്നതുകൊണ്ടും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് ഡിസംബർ 1-ാം തീയതി മാറ്റി. കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് നിറഞ്ഞിരുന്നു. ശ്വസിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ഈ സമയത്താണ് ജൂബിലി ധ്യാന കേന്ദ്രത്തിലെ സിബി, നമ്മുടെ പാട്ടുപാടുന്ന സിബി വഴിയായി ഞാൻ പുതുപ്പാടി ജൂബിലി ധ്യാന സെൻറ്ററിലെ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചത്. അന്ന് തന്നെയായിരുന്നു ഫ്ലൂയിഡ് ട്യൂബിൽ കൂടി ഡ്രെയിൻ ചെയ്ത് കളഞ്ഞത്. അത് കുറച്ച് അപകടം നിറഞ്ഞ ശ്രമമായിരുന്നു. ബഹുമാനപ്പെട്ട ബിജുവച്ചൻ അന്നേ ദിവസം പ്രാർത്ഥനയിൽ, ആരാധനയിൽ എല്ലാവരെയും കൊണ്ട് ജസീന്തയ്ക്ക് വേണ്ടി പുതുപ്പാടിയിൽ പ്രാർത്ഥിപ്പിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞങ്ങൾ കാണുകയും ചെയ്തു. അന്നു മുതൽ ജസീന്തയ്ക്ക് അത്ഭുതകരമായ റിക്കവറി കാണാൻ സാധിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവൾ സുഖം പ്രാപിക്കുവാൻ തുടങ്ങി. 13-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. 17-ാം തീയതി എക്സ്റേ എടുത്തപ്പോൾ വളരെ ഫാസ്റ്റായി ലങ്സ് ക്ലിയറായി കണ്ടെത്തി. ഇപ്പോൾ വീട്ടിൽ സുഖമായിരിക്കുന്നു. ഞങ്ങളുടെ 7 മക്കളിൽ 6ാമത്തെ മകളാണ് ജസീന്ത. ഈ ക്രിസ്മസ് നാളിൽ ഞങ്ങളുടെ എല്ലാ മക്കളോടും കൂടി സന്തോഷകരമായി ക്രിസ്മസ് ആഘോഷിക്കുവാൻ ദൈവം കൃപ തന്നു. ബഹുമാനപ്പെട്ട ബിജുവച്ചനോടും ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച എല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അത്യധികം ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്ന സ്നേഹനിധിയായ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. അനിൽ ജിൻസി, തൃശ്ശൂർ മാറോക്കി. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിരുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
ബെത്ലഹേം മാതാവേ, ഈശോയുടെ തിരുമുഖം ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ആമേൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ, ഹല്ലേലൂയ, ഒരാളെ പോലും ഹല്ലേലൂയ, വെറുകയോടെ ഹല്ലേലൂയ, പറഞ്ഞയക്കരുത്. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, ഉണ്ണീശോ എല്ലാവരും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, എല്ലാ മക്കളെ ഹല്ലേലൂയ, അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ഉണ്ണീശോയുടെ ഹല്ലേലൂയ, സാന്നിധ്യവും ഹല്ലേലൂയ, അനുഗ്രഹവും ലഭിക്കട്ടെ. കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി 2 പ്രാവശ്യം ഗർഭം ധരിച്ചെങ്കിലും അബോർഷനായി പോയി. ആ സഹോദരിക്ക് കർത്താവ് യാതൊരു തടസ്സം കൂടാതെ കുഞ്ഞിന് ലഭിക്കുവാനുള്ള അനുഗ്രഹം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യൂട്രസിൽ മുഴയുള്ള ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നു. ആ സഹോദരിയുടെ സർജറി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ആ സഹോദരി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, വാൽവിനും അതോടൊപ്പം മറ്റ് അസ്വസ്ഥതകളൊക്കെയുള്ള 3 പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.